1,099 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ ഫസ്റ്റ് സെയിലിനെത്തിയ ബോട്ടിൻ്റെ ഒരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് ആണ് ഇതിൻ്റെ കയ്യിലിരിക്കുന്ന കോസ്മിക് ആർ. 1,099 രൂപയ്ക്ക് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1,799 രൂപയാണ്. പക്ഷേ ചില സമയങ്ങളിൽ 1,899 രൂപയ്ക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ നിങ്ങളൊരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് നോക്കുന്നു, പ്രത്യേകിച്ച് 2,000 രൂപയ്ക്കുള്ളിൽ ബോൾട്ടിൻ്റെ ഒരു ബ്രാൻഡാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു കോസ്മിക് ആർ വാങ്ങിച്ചാൽ ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്ന് മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് അഡ്ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്മിക് ആർ. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടുണ്ട് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. പൊതുവേ നമ്മളൊരു റൗണ്ട് ഡയൽ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ സൈസ് ആയിരിക്കും. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കര വലിയ ഒരു ഡയലിന് സൈസ് ഒന്നുമില്ല, ഒരു മീഡിയം സൈസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഗേൾസിനാണെങ്കിലും അല്ലെങ്കിൽ ബോയ്സിനൊക്കെ എല്ലാവർക്കും ഒരു തിൻ കൈയുള്ള ആൾക്കാർക്ക് പോലും നല്ല രീതിക്ക് സ്യൂട്ട് ആവും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. വാച്ച് ബോഡി എന്ന് പറയുന്നത് ആക്ച്വലി ഇത് പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷ് ആണ് കേട്ടോ. വലതുവശത്തൊരു ക്രൗൺ ഉണ്ട്, അത് ആക്ച്വലി ഫംഗ്ഷണൽ എന്നല്ല, നമുക്ക് ജസ്റ്റ് ഒരു ബട്ടൺ ആയിട്ട് യൂസ് ചെയ്യാം. പിറകിൽ നോക്കുവാണെങ്കിൽ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും അതുപോലെ തന്നെ ചാർജിംഗ് പോയിന്റും കാണാൻ സാധിക്കും. സ്ട്രാപ്പുകളിലേക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സിലിക്കൺ സ്ട്രാപ്പോട് കൂടിയിട്ടുണ്ട് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. 22 mm ആണ് സ്ട്രാപ്പ് സൈസ്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് പിങ്ക്, ഗ്രീൻ, വൈറ്റ് ഏതിൽ വേണമെങ്കിലും കിട്ടും. എന്തായാലും ഇപ്പോൾ 22 mm സൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് മേടിച്ച ആൾക്ക് ഇപ്പോൾ പിങ്ക് കളറിലുള്ള അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള വൈറ്റ് കളറിലുള്ള ഇനി ഏതൊരു കളർ ആയിക്കോട്ടെ അത് ഇതിലേക്ക് കൊണ്ടുവരാം. എന്തായാലും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വാച്ചിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന മെറ്റൽ ബക്കിളോട് കൂടിയിട്ടുള്ള സ്ട്രാപ്പുകളും അവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. കൂടാതെ ഇതൊരു റൗണ്ട് ഡയൽ ആയതുകൊണ്ട് തന്നെ ലെതർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ മിലാനിസ് മെറ്റൽ ബെൽറ്റ് ഇതൊക്കെ തന്നെ ഇതിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്ക് ആയിരിക്കും എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. വാച്ച് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാവേ. ബോൾട്ടിന്റെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഓൺ ആക്കുമ്പോൾ തന്നെ കണ്ടോ, സ്കാൻ ടു ഡൗൺലോഡ് BoultFit ആപ്പ്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാ അങ്ങോട്ട് മാറ്റുവാണെങ്കിൽ അതങ്ങോട്ട് പോവും. അതായത് നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കത്തില്ല ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സിങ്ക് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ സമയവും ഡേറ്റും ഒക്കെ തന്നെ, അതായത് കറണ്ട് ഡേറ്റും ടൈമും ഒക്കെ വരണമെങ്കിൽ നമ്മളത് അങ്ങോട്ട് സിങ്ക് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ BoultFit ആപ്പിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വാച്ച് സിങ്ക് ചെയ്യാവേ. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. അത് കണ്ട ഈ ഒരു ഡിവൈസിൽ കൊടുത്താൽ ബോൾട്ട് കോസ്മിക് ആർ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. കണ്ട നമ്മുടെ മൊബൈൽ ഫോണിൽ സമയവും ഡേറ്റും ഒക്കെ തന്നെ ഇതിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് ഉണ്ടെങ്കിൽ 1.3 ഇഞ്ചിന്റെ LCD TFT ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് വാച്ച് നമുക്ക് ലഭ്യമാകുക. 240x240 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. 475 നിറ്റ്സ് ആണ് കേട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. 475 നിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമില്ല. അത്യാവശ്യം എന്താ പറയുക, സണ്ണി ഡേയ്സിൽ പോലും വിസിബിൾ ആകും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു 475 എന്നുള്ളതല്ല, 500 ആയാലും 550 ആയാലും 600 ആയാലും ഏതാണെങ്കിലും നമ്മൾ 100% ബ്രൈറ്റ്നസ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി അങ്ങോട്ട് ഡ്രെയിൻ ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി യൂസറിന്റെ ഫേസിലേക്ക് ഉണ്ടെങ്കിൽ വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ മറ്റുള്ള 5 വാച്ച് ഫേസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 6 മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 150 പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവരുടെ ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും അതൊക്കെ തന്നെ ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് മൊബൈലിലോട്ട് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ലെവൽ, ഡേറ്റ്, ദിവസമുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം വലുതായിട്ട് തന്നെ വെതറും കാണാം. സെറ്റിംഗ്സ്, ബ്രൈറ്റ്നസ്, വൈബ്രേഷൻ ഓൺ ആൻഡ് ഓഫ്, ഫ്ലാഷ്, തിയേറ്റർ മോഡ്, ഫൈൻഡ് മൈ ഫോൺ എന്നിങ്ങനെ കുറച്ച് ക്വിക്ക് ഐക്കൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റുക. ഇനി വലുതെന്ന് ഇടതോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആക്ടിവിറ്റി ഡേറ്റ, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, സ്ലീപ്പ്, മ്യൂസിക് കൺട്രോൾ, വെതർ എന്നിങ്ങനെ കുറച്ച് ക്വിക്ക് ഐക്കൺസും, അതേപോലെ തന്നെ ഇടതുനിന്ന് വലുതോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മുടെ മെയിൻ മെനുവും കാണാം. ആദ്യം തന്നെ കാണാൻ പറ്റുന്ന സ്റ്റെപ്സ്. അത് നോക്കുവാണെങ്കിൽ എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു, അതുപോലെ തന്നെ എത്ര കാലറീസ് ബേൺ ഔട്ട് ആയിട്ടുണ്ട്, കൂടാതെ എത്ര കിലോമീറ്റർ നടന്നു എന്നൊക്കെ കാണിക്കുന്നത്. അതേപോലെ തന്നെ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ട്രെയിനിങ്, 100+ സ്പോർട്സ് മോഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പക്ഷെ അത്രയൊന്നും കാണത്തില്ല. എന്നാൽ ഏറ്റവും അടിയിലായിട്ട് പോകുമ്പോൾ കണ്ടോ, അതായത് ഇതുപോലെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അവിടെ അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ പോപ്പുലർ, വാട്ടർ സ്പോർട്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റി, അങ്ങനെ കുറച്ച് സ്പോർട്ട് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് ചൂസ് ചെയ്തിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ബ്ലഡ് പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ ഉണ്ട്. ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. വെതർ, ഷട്ടർ, പ്ലെയർ, ബ്രെത്ത്, ഗെയിം. അത്യാവശ്യം നല്ല സ്ട്രെസ്സാണ് അല്ലെങ്കിൽ സമയം പോകണമെങ്കിൽ 2 ഗെയിം കളിച്ച് നമുക്ക് സമയം കളയാനും സ്ട്രെസ് ഫ്രീ ആവാനൊക്കെ പറ്റും. കൂടാതെ സ്റ്റോപ്പ് വാച്ച്, അലാം, ടൈമർ, സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ആദ്യം തന്നെ കാണാൻ പറ്റുക മെയിൻ മെനു ആണ്. നമുക്ക് ഇപ്പോൾ ലിസ്റ്റിൽ അടക്കുന്നത് വേണമെങ്കിൽ ഗ്രിഡിലോട്ടും ആക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കൂടാതെ ബ്രൈറ്റ്നസ് ഞാനിപ്പോൾ 100% ബ്രൈറ്റ്നസ് ഇട്ടേക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതങ്ങോട്ട് 20 to 40% മുകളിൽ ഞാൻ ഇടത്തേയില്ല. കാരണം ബാറ്ററി സേവ് ചെയ്യാൻ കുറച്ച് ബെറ്റർ അതാണ് കേട്ടോ. കൂടാതെ വൈബ്രേഷൻ നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ഓഫ് ആക്കാം, തിയേറ്റർ മോഡ് ഓൺ ഓഫ് ആക്കാം, റീസെറ്റ്
പവർ ഓഫ് റീസ്റ്റാർട്ട് എബൌട്ട് BoultFit. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു UAയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാവേ. ഇത് 86, 87 അങ്ങനെ ഇങ്ങനെ നിൽക്കുവാണേ. എന്തായാലും മറ്റുള്ള വാച്ചുകളിൽ കാണിക്കുന്ന പോലെ നമ്മൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ വാല്യൂസ് കാണിക്കുന്നുള്ള ഒരു ഇതൊന്നുമില്ല. എന്താ പറയുക, ബോർഡിൽ വെച്ചാലും വാല്യൂസ് കാണിക്കും. ബോർഡിൻ്റെതാണ് ഇപ്പോൾ കണ്ടിരുന്നത്. ഇനി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നോക്കാവേ. 70, 69. എന്തായാലും വ്യത്യാസം ഉണ്ടല്ലേ, ബോർഡിൽ കാണിച്ചപ്പോൾ ഉള്ള റേറ്റ് അല്ല കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് കാണിക്കുന്നത്. ഇത് 67 ലൈറ്റ്, ഒരു ഹാർട്ട് റേറ്റ് സോൺ എന്ന് പറഞ്ഞത് ലൈറ്റിൽ വന്ന് നിന്നിട്ടുണ്ട്. ഇനി ബ്ലഡ് ഓക്സിജൻ നോക്കാം. 98% വന്നിട്ടുണ്ട്. ഇനി ബ്ലഡ് പ്രഷർ 114, 73 അങ്ങോട്ട് വന്ന് നിന്നിട്ടുണ്ട്. എന്തായാലും ഈ കാണിച്ച റിസൾട്ടൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ട് മാത്രം ഇതൊക്കെ അങ്ങോട്ട് കൺഫേം ചെയ്യുക. ഇതുപോലാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് വാച്ച് കാണിക്കുന്നത്. കോള് എന്താ പറയുക, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ളൊരു വാച്ച് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ എന്താ പറയുക കോള് കട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. മ്യൂട്ട് ചെയ്യുമ്പോൾ കണ്ട മൊബൈൽ ഫോണിൽ ഇതാ കണ്ട കോൾ വന്നുകൊണ്ടിരിക്കും, പക്ഷേ ആ ഒരു വാച്ചിലുള്ളത് അങ്ങോട്ട് കാണിക്കില്ല. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ BoultFit ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്ത ആക്ടിവിറ്റീസ് ആണ് ഫസ്റ്റ് ടാബിൽ. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇതാണ് ആക്ച്വലി കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഏറ്റവും മുകളിലായിട്ട് ബോൾട്ട് കോസ്മിക് കാർന്നും അതുപോലെ തന്നെ കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. 22% ബാറ്ററി ലെവലും കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കണ്ട റിമൂവ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺപെയർ ആവുന്നതാണ്. കൂടാതെ വാച്ച് ഫേസസിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, നമുക്ക് 150 പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കവർ മോർ ഡയൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ലോഡ് ആവുകയെ കണ്ട, ലോഡായി വരുന്നതേ ഉള്ളൂ. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചിട്ടാണ് ലോഡ് ആവുന്നത്. ഏതാണോ വേണ്ടത് അതങ്ങോട്ട് നമ്മുടെ വാച്ചിലേക്ക് കൊണ്ടുവരാം. ഇനി അതല്ല നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ആണെങ്കിൽ ഇതേ എഡിറ്റ് കണ്ട ഡയൽ ബോണിൽ അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് പിക്ചർ കൊടുത്താൽ നേരെ ഗാലറിയിലാണ് പോകുന്നത്. അവിടെ നിന്നൊരു ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരാം. ടെക്സ്റ്റ് കളർ, ടൈം പൊസിഷൻ, എബവ് ബിലോ എന്തുകൊണ്ടെങ്കിലും ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ട് സേവ് കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ വാച്ചിൽ അങ്ങോട്ട് വരിക. കൂടാതെ നോട്ടിഫിക്കേഷൻസ് ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് ഏതൊക്കെ ഇനേബിൾ ചെയ്യുന്നോ അതൊക്കെ ആയിരിക്കും നമ്മുടെ വാച്ചിൽ അങ്ങോട്ട് കാണിക്കുക. ഇനി ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ വരേണ്ട ആപ്പ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈ ഒരു അതേഴ്സ് അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് വരുന്നതാണ്. കൂടാതെ അലാം നമുക്ക് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഷട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേഴ്സിലേക്ക് പോകണമെങ്കിൽ ഫൈൻ ഡിവൈസ് ആദ്യം കാണാൻ, കൂടാതെ ടൈം ഫോർമാറ്റ്, കൂടാതെ ഇതിനകത്തുള്ള വേറൊരു സംഭവമുണ്ട് ഓട്ടോ ലോക്ക്. ആക്ച്വലി ഞാനിപ്പോൾ 30 സെക്കൻഡ് ഇട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതങ്ങോട്ട് 5 സെക്കൻഡിലോ 10 സെക്കൻഡിലോ കൂടുതൽ ഇടത്തില്ല. ഇത് ആക്ച്വലി നമ്മുടെ സെറ്റിംഗ്സ് വാച്ചിൻ്റെ സെറ്റിംഗ്സിലില്ല. അതായത് നമ്മുടെ സ്ക്രീൻ ഓൺ ഓഫ് ആവുന്നതാണ്. ഇവിടെ വന്നിട്ട് വേണം അതങ്ങോട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ. കൂടാതെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിക്ക് തന്നെയാണ് കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും കൂടുതൽ അങ്ങോട്ട് നീട്ടി സമയം കളയുന്നില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ അതിനങ്ങോട്ട് കമൻറ്റ് ചെയ്യാവേ. കൂടാതെ അപ്ഡേറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്, യുവർ സോഫ്റ്റ്വെയർ ഈസ് അപ് ടു ഡേറ്റ് ആണ്. സോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടാതെ മൂന്നാമത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്യാനും ഹെൽത്ത് എബൌട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ BoultFit ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബാറ്ററി സൈഡിലേക്ക് വരണമെങ്കിൽ അപ് ടു 10 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് നോർമൽ യൂസിലെ. കൂടാതെ 2 hours ആണ് 100% ഇത് ചാർജ് ആകാനായിട്ട്. ബോൾട്ട് ആയതുകൊണ്ട് തന്നെ 5V1 അതായത് 5 watts ലോ പവർ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ 5V2A അത് വെച്ച് അതായത് 10 watts വെച്ച് യൂസ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് കുറച്ച് ബെറ്റർ. അതായത് ഇപ്പോൾ 25 watts അല്ലെങ്കിൽ 65 watts ഒക്കെ ചാർജ് ചെയ്താൽ ചാർജ് ആവും, പക്ഷേ ലോങ് ടേം റണ്ണിങ് ഉണ്ടാവത്തില്ല. അതായത് പെട്ടെന്ന് അടിച്ചു പോകേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. ഒരു വർഷം പ്ലസ് ഒരു 3 മാസം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. കൂടാതെ IP68 വാട്ടർ റെസിസ്റ്റന്റ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് പോവാം. എന്നാൽ വാട്ടർ ഡാമേജ് എന്ന് കഴിഞ്ഞാൽ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ചാൽ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു ബോൾട്ട് കോസ്മിക് കാറിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. എന്തായാലും ഈ ഒരു വാച്ച് 1099 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ, അതല്ല ഇപ്പോൾ 1799 വാങ്ങിച്ചാൽ വർക്ക് ബൈങ് ആകോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇതിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് എന്താ പറയുക, പോസിറ്റീവ് വശം പറയുകയാണെങ്കിൽ ഡയൽ അത്യാവശ്യം ചെറിയ ഡയലാണ്. കൂടാതെ ബെസൽസും മറ്റതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കുറവാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊരു പോസിറ്റീവാണ്. കൂടാതെ റൈസ് ടു വേക്കപ്പ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. കൂടാതെ കോളിൽ വരുമ്പോൾ എല്ലാം തന്നെ അലേർട്ട് ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ ഉണ്ട്. ഡിസ്പ്ലേയും അത്യാവശ്യം ഡീസൻറ്റ് ഡിസ്പ്ലേ ആണ്. എന്നാൽ ഇതിലുള്ള ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടച്ച് ചെറിയ കുറച്ചുകൂടി ഒരു സ്മൂത്ത് ആവേണ്ടിയിരിക്കും
സങ്കീർണമായിരുന്നു നമ്മൾ 1799 വാങ്ങിക്കുവാണെങ്കിൽ. പക്ഷേ 1099 അതല്ല ഒരു 1299 രൂപയ്ക്ക് അകത്ത് വരുന്നെങ്കിൽ നമുക്കിത് വാങ്ങിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളേ ഇല്ല. അത്യാവശ്യം നല്ല വർത്താണ് 1299 ആ റേഞ്ചിൽ കേട്ടോ. 1500 രൂപയ്ക്ക് ഉള്ളിൽ വരേണ്ട ആവശ്യമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ ഒരു വാച്ച് നോർമൽ പ്രൈസിൽ പോലും. പക്ഷെ എന്തുകൊണ്ടാണിത് 1899 വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്തായാലും ഞാൻ വീണ്ടും പറയാനുള്ളത് 1199 അല്ലെങ്കിൽ 1099 ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ കാണുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ, വേറെ ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു ബോൾട്ട് കോസ്മിക് കാറിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത കോസ്മിക് കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാളുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് വാങ്ങിക്കാം. ഞാൻ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വാങ്ങിച്ചതിനേക്കാളും കാശ് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ ഈ ഒരു വാച്ച് കിട്ടാൻ പോവുക. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.